പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ മഹത്വമേറിയ നാമം ഈ തരുണത്തിൽ വെളിപ്പെടുമാറാകട്ടെ, മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് സൃഷ്ടിപ്പ് എന്താണെന്നാണ്. പ്രിയ ദൈവജനമേ, ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യം ദൈവം അതാണ് സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സൃഷ്ടിപ്പിൻ്റെ ദൈവം വേദപുസ്തകത്തിൽ ദൈവത്തെ അനാദ്യനും നിത്യനും ഇന്ന് കാണുന്ന സകലത്തിൻ്റെയും മൂലകാരണമായ ഒരുവനായും വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നിലവിലില്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. മോശ ഉറപ്പിച്ചു പറയുന്നത് പോലെ പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. സങ്കീർത്തനം 90:2. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പരിമിതിയുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അനാദിയായും ശാശ്വതമായും ഉണ്ടായിരുന്നതായിട്ട് ദൈവവചനം വെളിപ്പെടുത്തുന്നു, വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അനാദിയായും ശാശ്വതമായും ഉണ്ടായിരുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും കാൾ മുമ്പേ ഉള്ളവരും അവയിൽ നിന്ന് സ്വതന്ത്രനും അവയേക്കാൾ ശ്രേഷ്ഠവുമായ എന്ന ദൈവത്തിൻ്റെ വചനം 1 തിമോത്തിയോസ് 6:16 വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദാമിനെയും ഹവ്വായെയും സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച വ്യക്തിത്വമുള്ള ഒരുവനായി ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി 1:27, 1:26. ആദാമും ഹവ്വയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാകിയാൽ അവർക്ക് ദൈവവുമായി വ്യക്തിപരവും സ്നേഹനിർഭരവുമായ കൂട്ടായ്മ ഉണ്ടായിരിക്കുവാനും സംസാരിക്കുവാനും കഴിയുമായിരുന്നു. കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ഉള്ളതുകൊണ്ടും കർത്താവ് സൃഷ്ടിച്ചതായതുകൊണ്ടും അവർക്ക് ദൈവത്തോട് കൂടെ നടക്കാനും സംസാരിക്കാനുള്ളതായ എല്ലാ അവകാശങ്ങളും ദൈവം കൊടുത്തിരിക്കുന്നു. 3. നല്ലതായി എല്ലാറ്റിനെയും സൃഷ്ടിച്ചതിനാൽ ദൈവത്തെ പാപരഹിതനായ സാൻമാർഗിക ജീവിയായും കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സൃഷ്ടിപ്പെ പൂർത്തീകരിച്ചതിന് ശേഷം താൻ ഉണ്ടാക്കിയവയെ നോക്കിയിട്ട് ദൈവം പറയുന്നു, ഇത് വളരെ നല്ലത്. ഉൽപ്പത്തി 1:31. ആദാമിനെയും ഹവ്വയെയും ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതിനാൽ അവരും പാപരഹിതരായിരുന്നു. ഉൽപ്പത്തി 1:26. സർപ്പം അഥവാ സാത്താൻ ഹവ്വായെ പരീക്ഷിച്ചത് മുതലേ പാപം മനുഷ്യ ജീവിതത്തിൽ കടന്നുകൂടിയത് ഉൽപ്പത്തി 3:ലും റോമർ 5:12 വെളിപ്പാട്